പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന തരത്തിലുള്ള പരിഷ്കരണവുമായി കാനഡ സർക്കാർ പൗരത്വ നിയമം പരിഷ്കരിക്കുന്നതിനായി ബിൽ C3 അവതരിപ്പിച്ചു. ബിൽ C3 നടപ്പിലാക്കുന്നതോടെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വിദേശത്ത് ജനിച്ച ആയിരക്കണക്കിന് ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള കനേഡിയൻ കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമാകും. 2009 അവതരിപ്പിച്ച ബിൽ അനുസരിച്ച് കാനഡയ്ക്ക് പുറത്ത് ജനിക്കുന്നതോ ദത്തെടുക്കപ്പെടുന്നതോ ആയ കുട്ടികൾക്ക് പൗരത്വം ലഭ്യമാകണമെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും കാനഡയിൽ ജനിച്ചവരാകണം. എന്നാൽ മാത്രമേ വംശാവലി അനുസരിച്ച് പൗരത്വം ലഭിക്കുമായിരുന്നുള്ളൂ. അതായത് 2009 നിയമമനുസരിച്ച് കാനേഡിയൻ മാതാപിതാക്കൾ വിദേശത്ത് ജനിച്ചവരാണെങ്കിൽ അവരുടെ വിദേശത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേവ കാനേഡിയൻ പൗരന്മാരാകാൻ കഴിയില്ല. 2023 ഡിസംബറിൽ ഒന്റാറിയോ സുപ്പീരിയർ കോടതി ഈ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സർക്കാർ തീരുമാനം അംഗീകരിക്കുകയും വിധിക്കെതിരെ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചതും. വിദേശത്ത് ജനിച്ചതോ ദത്തെടുക്കപ്പെട്ടതോ ആയ കുട്ടികളുള്ള കുടുംബങ്ങൾ, മുൻ നിയമങ്ങളിൽ ഒഴിവാക്കപ്പെട്ട ആളുകൾ എന്നിവർക്ക് പൗരത്വം നൽകുന്നതാണ് പുതിയ ബില്ലെന്നാണ് കാനഡയിലെ ഇമിഗ്രേഷൻ മന്ത്രി പറഞ്ഞത്. പുതിയ വ്യവസ്ഥ പ്രകാരം വിദേശത്ത് ജനിച്ച ഒരു കാനഡിയൻ രക്ഷിതാവിന് കുട്ടികളുടെ ജനനത്തിനോ ദത്തെടുക്കലിനോ മുൻപ് 3 വർഷമെങ്കിലും കാനഡയിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്കും കാനഡിയൻ പൗരത്വം ലഭിക്കും. US, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരത്വ നിബന്ധനകളോട് ഏറെ സമാനമാണ് കാനഡയിലെ പുതിയ വ്യവസ്ഥ. നേരത്തെയുള്ള വ്യവസ്ഥയനുസരിച്ച് ലോസ്റ്റ് കാനഡിയൻസ് എന്ന വിഭാഗത്തിൽ നിരവധി പേർ ഉൾപ്പെട്ടിരുന്നു. ഇവർക്ക് പൗരത്വം ലഭിക്കും. ബിൽ CA വലിയ രീതിയിലാണ് 10,000 കണക്കിന് ഇന്ത്യക്കാർ അടക്കമുള്ള കുടിയേറ്റ സമൂഹം വരവേൽക്കുന്നത്. വിദേശത്ത് ജനിച്ച ഒരു കാനഡിയൻ രക്ഷിതാവിന് കുട്ടി ജനിക്കുന്നതിനോ ദത്തെടുക്കുന്നതിനോ മുൻപ് കാനഡയിൽ 3 വർഷമെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്ക് പൗരത്വം കൈമാറാൻ കഴിയും. പൗരത്വ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സമയപരിധി 2026 ജനുവരി വരെ നീട്ടി നൽകിയിട്ടുണ്ട്.